മലപ്പുറം തിരൂരങ്ങാടിയിൽ 2 കോടി കവർച്ച നടത്തിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘാംഗം പണമൊളിപ്പിച്ചത് പട്ടിക്കൂട്ടിൽ. പ്രതികളിൽ ഒരാളായ ഫവാസ് ആണ് കൊട്ടേഷന് പ്രതിഫലമായി ലഭിച്ച 5 ലക്ഷം രൂപ പട്ടിക്കൂട്ടിൽ ഒളിപ്പിച്ചത്. കാർ ആക്രമിച്ച് 2 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ഓഗസ്റ്റ് 14 രാത്രിയാണ് തിരൂരങ്ങാടി തെയ്യാലയിൽ കാർ ആക്രമിച്ച് ഹനീഫയുടെ 2 കോടി രൂപ കൊട്ടേഷൻ സംഘം തട്ടിയെടുത്തത്. ഇതിൽ 3 പ്രതികൾ പിടിയിലായി. റിമാൻഡിലുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതികളിൽ ഒരാളായ ഫവാസിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെത്തിയത്. വീട്ടിലെ പട്ടിക്കൂട്ടിലായിരുന്നു പണം കൊട്ടേഷന് പ്രതിഫലമായി ലഭിച്ചത്. മറ്റു പ്രതികളായ കരീമിന്റെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും രജീഷിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹനീഫയ്ക്ക് പണം കൊടുത്തയച്ച ഷാജഹാൻ എന്നയാളാണ് പണം കവർച്ച ചെയ്യാനും കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. 7 ലക്ഷം രൂപയാണ് കൊട്ടേഷൻ സംഘത്തിലെ ഓരോ ആൾക്കും ഇയാൾ പ്രതിഫലമായി നൽകിയത്. വിദേശത്തുള്ള ഷാജഹാനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ബിസിനസ് ആവശ്യത്തിനായി ഹനീഫ നൽകിയ പണം തിരിച്ച് സ്വന്തം കൈകളിൽ തന്നെ എത്താൻ നടത്തിയ ആസൂത്രണം. പണം കവർന്ന ശേഷം കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഗോവയിലേക്കാണ് പോയത്. പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. 12 ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. കൂടുതൽ അന്വേഷണം നടക്കുന്നു. താനൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. 24 മലപ്പുറം.